മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-2026 ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചു. ബഡ്ജറ്റിൽ പാർപ്പിട കാർഷിക മേഖലകൾക്ക് മുൻഗണന നൽകുന്നു. പാർപ്പിട കാർഷിക മേഖലകൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 ബജറ്റ് വൈസ് പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചു. സ്വന്തമായി ഒരു ഭവനം എന്നുള്ളത് ഏതൊരു കുടുംബത്തിന്റെയും സ്വപ്നമാണ്. ഗ്രാമീണ ഭവന നിർമ്മാണ മേഖലയുടെ കേന്ദ്ര സഹായ പദ്ധതിയായ PMAY 2024-25 നിർവഹണം ആരംഭിച്ചതിനാൽ PMAY ഭവന നിർമ്മാണ പദ്ധതിക്ക് തന്നെ ഈ ബഡ്ജറ്റിൽ പ്രഥമ സ്ഥാനം നൽകുന്നു. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പെട്ട 8 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി 421 ഗുണഭോക്താക്കൾ രജിസ്റ്റർ ചെയ്യുകയും നാളിതുവരെ 255 ഗുണഭോക്താക്കൾ കരാറിൽ ഏർപ്പെടുകയും ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് മുന്തിയ വിഹിതം നൽകേണ്ട പദ്ധതിയാണ് PMAY. കേന്ദ്ര വിഹിതം 1,20,000, ബ്ലോക്ക് വിഹിതം 1,12,000, ഗ്രാമപഞ്ചായത്ത് വിഹിതം 70,000, ജില്ലാ പഞ്ചായത്ത് വിഹിതം 98,000 എന്നിങ്ങനെയാണ് ഗുണഭോക്താവിന് 4 ലക്ഷം രൂപ നൽകുന്നത്. 2024-25 വർഷം 80 ഗുണഭോക്താക്കൾക്ക് വിഹിതം വകയിരുത്തി. 2025-26 വർഷത്തേക്ക് 1,60,00,000 രൂപ ജനറൽ വിഭാഗത്തിലും 10 ലക്ഷം രൂപ പട്ടികജാതി വിഭാഗത്തിലും വകയിരുത്തുന്നു. ഇതോടൊപ്പം ഗ്രാമപഞ്ചായത്തുകൾക്ക് ലൈഫ് ഭവന പദ്ധതിക്ക് വിഹിതം നൽകുന്നതിനായി ജനറൽ വിഭാഗത്തിൽ 20 ലക്ഷം രൂപയും പട്ടികജാതി വിഭാഗത്തിൽ 51,51,000 രൂപയും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി 8 ലക്ഷം രൂപയും ഉൾപ്പെടെ 2,37,50,000 രൂപ പാർപ്പിട മേഖലയ്ക്കായി വകയിരുത്തുന്നു. ഇതോടെ സ്വന്തമായി ഒരു സുരക്ഷിത ഭവനം എന്ന അനേകം കുടുംബങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. വയലിലൂടെ ഇന്ന് വഴിവെട്ടിയാൽ വയറിലേക്ക് നാളെ വഴി ഇല്ലാതാകും. കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി നിലവിൽ നെൽകൃഷിയുള്ള ചേപ്പാട്, പത്തിയൂർ ഗ്രാമപഞ്ചായത്തുകളിലെ നെൽകൃഷിക്ക് കൂലിച്ചിലവ് സബ്സിഡി നൽകുന്നതിന് ഈ വർഷവും 14 ലക്ഷം രൂപ വകയിരുത്തുന്നു. സ്ഥിരം പച്ചക്കറി കൃഷി ചെയ്യുന്ന വനിതാ ഗ്രൂപ്പുകൾക്ക് ആനുകൂല്യം നൽകുന്നതിനായി 5 ലക്ഷം രൂപയും സ്ഥിരം ഇടവിള കൃഷി ചെയ്യുന്ന വനിതാ ഗ്രൂപ്പുകൾക്ക് 7 ലക്ഷം രൂപയും ഉൾപ്പെടെ 26 ലക്ഷം രൂപ കൃഷിക്കായി അനുവദിക്കുന്നു. ഉൽപാദന മേഖലയിൽ കർഷകർക്ക് നൽകിയ ഇളവും പ്രോത്സാഹനവും പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തതയിൽ എത്തുവാൻ ഏറെ സഹായകമായി. ഇത്തവണയും പാലിന് സബ്സിഡിയായി 25 ലക്ഷം രൂപയും കറവ പശുക്കൾക്ക് കാലിത്തീറ്റ വിതരണത്തിനായി 9,17,000 രൂപയും കറവ പശുക്കൾക്ക് വൈക്കോൽ സൈലേജ് വിതരണത്തിനായി 8 ലക്ഷം രൂപയും ഉൾപ്പെടെ 42,17,000 രൂപ ക്ഷീരമേഖലയ്ക്കായി വകയിരുത്തിയിരിക്കുന്നു. പാർപ്പിട മേഖലയ്ക്ക് 237 ലക്ഷവും കാർഷിക മേഖലയ്ക്ക് 81 ലക്ഷവും പശ്ചാത്തല മേഖലയ്ക്ക് 151 ലക്ഷവും രൂപ ബജറ്റിൽ അനുവദിച്ചു. അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഭൂമി വാങ്ങൽ, ഭവന നിർമ്മാണം, ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടെ പാർപ്പിട മേഖലയ്ക്ക് 237 ലക്ഷം രൂപയും പട്ടികജാതി ക്ഷേമത്തിന് 150 ലക്ഷം രൂപയും കാർഷിക മേഖലയ്ക്ക് 38 ലക്ഷം രൂപയും വിവിധ പഞ്ചായത്തുകളിൽ ഓരുവെള്ളം തടയുന്നതിന് ഷട്ടർ നിർമ്മിക്കുന്നതിന് 42,97,500 രൂപയും മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ, പഠനമുറികൾ എന്നിവയ്ക്കും ബജറ്റിൽ തുക അനുവദിച്ചിട്ടുണ്ട്. തെരുവ് നായ്ക്കളുടെ പ്രജനനം നിയന്ത്രണ വിധേയമാക്കുന്നതിനായി ABC ഷെൽട്ടർ സ്ഥാപിക്കുന്നതിന് ഭൂമി വാങ്ങിയിട്ടുണ്ട്. കെട്ടിട നിർമ്മാണ നടപടിക്രമങ്ങൾ നടന്നുവരുന്നു. ഉൽപാദന മേഖലയിൽ 4,96,25,380 രൂപയുടെയും പശ്ചാത്തല മേഖലയിൽ 1,51,32,000 രൂപയുടെയും പദ്ധതി നിർദ്ദേശങ്ങളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 84,51,69,000 രൂപ വരവും 84,40,11,000 രൂപ ചിലവും 11,51,000 രൂപ മിച്ചവുമുള്ള ബജറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചത്. ബ്ലോക്ക് പ്രസിഡന്റ് D അംബുജാഷി അധ്യക്ഷത വഹിച്ചു. 2020 ചുമതലയേറ്റത് മുതൽ അന്ന് മുതൽ നാളിതുവരെ ശ്രദ്ധേയമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ. നമുക്ക് മേഖലാ വിഭജനം പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ലഭിക്കുന്ന ഫണ്ട് വിനിയോഗിക്കാൻ കഴിയുള്ളൂ. അതിനകത്ത് നിന്നുകൊണ്ട് നമ്മുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ശ്രദ്ധേയമായിട്ടുള്ള ജനോപകാരപ്രദമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് നമുക്ക് കഴിഞ്ഞു. കാർഷിക മേഖലയിൽ കൂലിച്ചെലവ് സബ്സിഡിയായി ചേപ്പാട്, പത്തിയൂർ ഗ്രാമപഞ്ചായത്തുകളിലെ പുഞ്ചകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് എല്ലാ വർഷവും പരമാവധി 14 ലക്ഷം രൂപ വീതം വകയിരുത്തുന്നു. കൂടാതെ CPCRയുമായി ചേർന്നുകൊണ്ട് ഒരു നൂതന കാർഷിക സാങ്കേതിക വിദ്യയിൽ ഊന്നിയിട്ടുള്ള ഒരു ബഹുവർഷ പ്രോജക്റ്റ് 2023-24 സാമ്പത്തിക വർഷത്തിൽ നമ്മൾ തുടങ്ങി. ആ നൂതന പ്രോജക്റ്റ് 2025 മാർച്ച് 31 പൂർത്തിയാകുന്നതോടെ ഓരോ പഞ്ചായത്തിലും ഓരോ വിളയെ തിരഞ്ഞെടുത്ത് വികസിപ്പിക്കുന്നതിനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ യൂണിറ്റുകൾ സാക്ഷാത്കരിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി
ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുന്നതിനും കഴിയുന്നു എന്നത് ബ്ലോക്ക് പഞ്ചായത്തിന് ഒരു മികച്ച നേട്ടമായി കണക്കാക്കാം. ക്ഷീര കർഷകരെ സഹായിക്കുന്നതിന് പാലിന് സബ്സിഡി ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതം എല്ലാ വർഷവും ശരാശരി 30 ലക്ഷം രൂപ വീതം വകയിരുത്തുന്നു. ബ്ലോക്ക് സെക്രട്ടറി പി ശ്രീദേവി, സ്ഥിരം സമിതി അധ്യക്ഷരായ എം ജനുഷ, ഗീത ശ്രീജി, മണി വിശ്വനാഥ്, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, മാധ്യമപ്രവർത്തകർ എന്നിവർ ബജറ്റ് സമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, മുതുകുളം.